ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ഇതുവരെ നമ്മൾ വളരെ കുറച്ച് ബിരിയാണി റെസിപ്പീസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. കുടുക്കാച്ചി, ദുബായ് കുടുക്കാച്ചി, ഹൈദരാബാദി. അപ്പോൾ ഇനിയും നിറയെ ബിരിയാണീസ് കിടപ്പുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിസാമി ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. ഇതൊന്ന് ആദ്യം മസാലയൊക്കെ പുരട്ടി 1 മണിക്കൂർ വെക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് മസാല പുരട്ടി തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയുടെ ടേസ്റ്റ് ബിരിയാണിക്ക് പ്രത്യേകം കിട്ടും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സഹജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ. അപ്പോൾ ഇത് ഞാൻ ചോറ് വേവിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിപ്പോൾ ചിക്കനിലോട്ട് ചേർക്കണം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് പൊടികളൊക്കെ അതിൽ ചേർക്കാനുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ജീരകം പൊടിച്ചതാണേ. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ടാവും, അത് ഉപയോഗിക്കാം. ഇതൊരു 1/2 ടീസ്പൂണ്. കുറച്ച് ചിക്കനിലെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട്, ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതൊരു ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തൈരും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായിരിക്കും തോറാണ് ആ ഇറച്ചിയിലോട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ട് ടേസ്റ്റ് കൂടുക. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറാണ് വെച്ച് കൊടുക്കാം. ഇതേ സമയം തന്നെ നമ്മൾ ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെക്കണം. കഴുകിയിട്ട് 1 മണിക്കൂറോളം കുതിർക്കാൻ വെക്കുക. ഇനിയിപ്പോൾ 1 മണിക്കൂർ തേങ്ങില്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അരി ഒരു 3/4 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കാര്യം കൂടെ മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉള്ളി വറുത്ത് കോരി എണ്ണ ഉണ്ടായിരുന്നു, അതും കൂടെ അത് ചേർക്കണം. കുറച്ച് അത് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് അരി വേവിച്ച് തുടങ്ങാം. അതൊരു ചെമ്പ് വെച്ച് കൊടുക്കാം, ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാത്രമൊക്കെ അടുപ്പത്തോട് വെച്ചപ്പോഴേക്കും മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. നല്ല പണി കിട്ടി. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഞങ്ങൾ വേഗം വീടിൻ്റെ ഉള്ളിലോട്ട് പോന്നു. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുക്കിങ് തുടങ്ങാം. അപ്പോൾ വെള്ളം കായാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഗ്രാമ്പു, പിന്നെ സഹജീരകം, പട്ട, ഏലക്കായ ഇതിട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ പച്ച ബേ ലീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉണക്കി കിട്ടുന്ന ഒരു ബേ ലീഫ് ഉണ്ടാവും, അതിട്ടാലും മതി. ഇപ്പോൾ വീട്ടിൽ ചെടി ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇല എടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്.
അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നിട്ട് തിളക്കട്ടെ. അത് കാഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം ഊറ്റിയെടുക്കുകയാണ് അരി ചെയ്യുന്നത്, അതായത് പകുതി വേവിൽ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം വെള്ളം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ അരി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. അപ്പോഴേക്കും ഒരു പകുതി വേവായിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് ആ ദമ്മിൽ കടന്നിട്ട് വെന്തോളും നമ്മുടെ ബിരിയാണി. അപ്പോൾ നമ്മുടെ അരി ഇതാ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ലേ നോക്കി. ഇതിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചാൽ ഇങ്ങനെ എടുത്ത് പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതാണ് പാകം. നമുക്കിനി ഇത് എല്ലാം ഊറ്റാം. അപ്പോൾ നമ്മളിനി ദമ്മിടാൻ പോവാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ അടിഭാഗത്തായി കൊടുക്കാം. അത് അടി പിടിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാൻ പോവാണ്. നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടല്ല ദമ്മിടുന്നത്, ഇങ്ങനെ നമ്മൾ ദമ്മിടാൻ പോവാണ്. എല്ലാ ഭാഗത്തിലോട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ നമുക്കിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലൊക്കെ തൂവാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെയർ ചോറിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയാണേ, അത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില പുതിനയില രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ വീണ്ടും ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയറും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മല്ലിയില പുതിനയില, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നെയ്യ്. പിന്നെ നമുക്കിനി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ദമ്മിടാം. അപ്പോൾ നമ്മൾ ഇത് മാവ് പൊട്ടിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ദമ്മിടാൻ പോവാം, അടുപ്പിലോട്ട് വെക്കാൻ പോകാം. ഇത് നമുക്ക് വെയിറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ദമ്മിനാണ് കിടന്നിട്ട് നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടും. ഇതേപോലെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ ഈ മാവ് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ആ പാകാകുമ്പോഴേ. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കനൽ ഇച്ചിരി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇടും. അപ്പോൾ നിങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ബിരിയാണി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അരമണിക്കൂർ എന്നുള്ളതൊരു 40 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഗ്യാസിൽ വെക്കുമ്പോൾ. ഇതിപ്പോൾ അടുപ്പായതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, അടി കരിഞ്ഞു പോകും. കനലൊക്കെ നമ്മൾ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കനൽ മാറ്റിയിട്ട് ദമ്മ് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ചെമ്പ്
അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ദമ്മ് പൊട്ടിച്ചിട്ട് ഈ ബിരിയാണിയൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ നിസാമി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഇറച്ചിയുടെ ആ മസാലയൊക്കെ ചോറിലോട്ട് പിടിക്കണം. അപ്പം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം.